ഹായ് ഹലോ കോൺചിവ ആൻഡ് ഐ മാലിയ. ജപ്പാനിൽ ഇപ്പോൾ വിൻ്ററാണ്. ആ ടൈമിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നാണ് പല സ്ഥലങ്ങളിലുള്ള ഇലുമിനേഷൻസ്. ഓട്ടം സീസൺ ഏകദേശം കഴിയാറായെങ്കിലും അവിടെ ഇവിടെ കുറച്ചൊക്കെ ലീവ്സ് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നത് കനാഗവ പ്രിഫെക്ചറിലെ ഫുജിസവ സിറ്റിയിലുള്ള സഗാമി ബേയിലേക്കാണ്. അവിടെയുള്ള ഒരു ഐലൻഡാണ് ഇനോഷിമ. ഇപ്പോൾ അവിടെ വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതിനിടയ്ക്ക് മൂക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാമായ 7-Eleven ഒന്ന് കയറി. ഇതൊരു കൺവീനിയൻസ് സ്റ്റോറാണ് കേട്ടോ. ആ പറഞ്ഞതിലുണ്ട് അർത്ഥം. നമ്മുടെ കൺവീനിയൻസിനുള്ള സ്റ്റോർ. അവിടെ എന്തും കിട്ടും. ഫുഡും സ്റ്റേഷനറി ഐറ്റംസും എന്തിനാ ഡ്രസ്സ് വരെയും കിട്ടും. മിക്കവാറും ഈ സ്റ്റോഴ്സ് എല്ലാം തന്നെയും 24 hours ഓപ്പണും ആയിരിക്കും. ഇസ്ലിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള ഒനിഗിരിയാണ് കേട്ടോ കഴിക്കുന്നത്. എന്താണെന്നറിയില്ല, മോക്ക് ജാപ്പനീസ് ഫുഡ്സ് എല്ലാം തന്നെയും ഇഷ്ടമാണ്. സബ്വേ ട്രെയിൻ ഇല്ലാത്ത ജപ്പാൻ എന്ത്? ഇനോഷിമ ഐലൻഡിന് തൊട്ട് മുമ്പുള്ള ഒരു ബീച്ചാണിത്, കത്താസെ ബീച്ച്. ബീച്ചിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ് കിത്താറുക്കുച്ചി ഹിരോബ പാർക്ക്. ടൈം ഇല്ലാത്തത് കൊണ്ടും പിന്നെ നല്ല വിൻഡുള്ളത് കൊണ്ടും ബീച്ചിലോട്ട് ഇറങ്ങിയില്ല. പാർക്കിന്റെ സൈഡിൽ നിന്ന് കുറച്ചു നേരം അങ്ങോട്ട് നോക്കി നിന്നു. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരുന്നു സ്കൈയിൽ. അപ്പോൾ സൺസെറ്റ് ആകാറായിരുന്നു. വീഡിയോയിൽ എത്രത്തോളം ഭംഗി തോന്നുന്നു എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നീട് ഞങ്ങൾ ഐലൻഡിനെയും ലാൻഡിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിലേക്ക് നടന്നു. അങ്ങോട്ട് നടക്കുമ്പോൾ സൈഡിലായിട്ട് ഒരുപാട് ഫുഡ് സ്റ്റോഴ്സ് കാണാം. സീ ഫുഡ്സ് ആണ് കൂടുതലും. അപ്പോഴേക്കും ലൈറ്റപ്പ് കാണാനുള്ള ആളുകളെല്ലാം തന്നെയും എത്തിത്തുടങ്ങിയിരുന്നു. ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. ആ കാണുന്നത് ജപ്പാൻകാരുടെ സ്വന്തം ഫുജിസാൻ, ദ മൗണ്ട് ഫുജി. ഞങ്ങളിപ്പോൾ ഇനോഷിമ സീ ക്യാൻഡിലിലേക്കുള്ള എൻട്രൻസിലേക്ക് നടക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ തയ്യാറായിക്കോളൂ. ജപ്പാൻകാർ അതിന് യാതൊരു മടിയുമില്ലാത്തവരാണ്. അതുതന്നെയാണ് ഇവരുടെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും രഹസ്യം. ജോലി ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഇവർക്ക് പ്രായമോ കാലാവസ്ഥയോ ഒരു പ്രശ്നമേ അല്ല. നമ്മളൊക്കെ തണുപ്പാണെന്നും ചൂടാണെന്നും പറഞ്ഞ് മടിച്ചിരിക്കുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ ഇവർ മോർണിംഗ് എന്നോ നൈറ്റ് എന്നോ ഇല്ലാണ്ട് എക്സസൈസ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെയാണ് അവരുടെ ജോബും. അതിനവർക്ക് ഏജ് ഒരു പ്രോബ്ലമേ അല്ല.
എന്ത് പീസ്ഫുൾ ആണല്ലേ ഇവരുടെ സംസാരം കേൾക്കാൻ. ഇതാണ് തോരി ഗേറ്റ്. മിക്കവാറും എല്ലാ ജാപ്പനീസ് ഷ്രൈനുകളുടെ എൻട്രൻസിലും ഇങ്ങനൊന്നുണ്ടാകും. നമ്മൾ എസ്കാർ യൂസ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത്. വേണ്ടവർക്ക് യൂസ് ചെയ്യാം, വേണ്ടാത്തവർക്ക് വോക്ക് ചെയ്ത് മുകളിലെത്താം. ഗാർഡനിലേക്കും എസ്കാർ യൂസ് ചെയ്യുന്നതിനും കൂടി 700 yen ആണ് ഇവിടെ ചാർജ് ആക്കുന്നത്. എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ ഐലൻഡിനോട്. 6 ഇയേഴ്സിന് മുമ്പ് ജപ്പാനിൽ ഞാൻ ആദ്യം വന്നപ്പോൾ പോയ സ്ഥലമാണ് ഇനോഷിമ. മാത്രമല്ല അന്നുവരെയും ഇന്ത്യക്ക് വെളിയിൽ പോകാത്ത ഞാൻ മറ്റൊരു ലോകത്ത് വന്ന അവസ്ഥയായിരുന്നു. എൻ്റെ അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഒക്കെ ഇന്നും എൻ്റെ മനസ്സിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നീട് അങ്ങോട്ട് എത്രയൊക്കെ ഇതിലും ഗ്രേറ്റ് സ്പോട്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മെമ്മറി ഒന്നും അതിനുണ്ടാവില്ല. അതുകൊണ്ടാവാം ആദ്യമായി ഒരു വ്ലോഗ് ഇടാൻ ഈ പ്ലേസ് തന്നെ എനിക്കൊരു ധൈര്യം തന്നത്. നമുക്കിഷ്ടമുള്ളവരൊക്കെ കാണണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇനി നേരെ നമ്മൾ പോകുന്നത് സാമുവൽ കോക്കിംഗ് ഗാർഡനിലേക്കാണ്. അവിടെയാണ് ഇനോഷിമയിലെ ലൈറ്റ് ഹൗസായ സീ ക്യാൻഡിൽ ഉള്ളത്. സൗന്ദര്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സമൃദ്ധിയുടെയും ജാപ്പനീസ് ദേവതയായ ബെൻസെയ്തൻ ജോലി കഴിഞ്ഞു വരുന്ന നാവികരെയും മത്സ്യത്തൊഴിലാളികളെയും സേഫായി തീരത്തേക്ക് ഈ ഐലൻഡിൽ നിന്ന് ഗൈഡ് ചെയ്യുന്നതായാണ് ഇവർ വിശ്വസിക്കുന്നത്. ഗോഡസ് ബെൻസെയ്തൻ്റെ 3 ഫേമസ് ജാപ്പനീസ് ഷ്രൈൻസുകളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. ഈ ഗാർഡനിലേക്ക് മാത്രമായി ഇവർ ചാർജ് ചെയ്യുന്നത് 500 yen പെർ പേഴ്സൺ ആണ്. ഇതാണ് സീ ക്യാൻഡിൽ. ഒരു ക്യാൻഡിൽ പോലെ ഉള്ളത് കൊണ്ടാകാം അങ്ങനെ വിളിക്കുന്നത്. ഇവിടെയും കുറേ ഐസ്ക്രീം ഷോപ്സും കഫേസും സുവനിയർ ഷോപ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കണ്ടപാടെ എൻ്റെ മൂക്ക് വിശപ്പിൻ്റെ വിളിയും വന്നു. ഇതാണ് സാമുവൽ കോക്കിംഗ് ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ആകാശത്തിലെ സ്റ്റാർസ് എല്ലാം ഇങ്ങ് ഭൂമിയിലേക്ക് വീണ പോലില്ലേ.
ഒരു പാത്വേ കംപ്ലീറ്റ്ലി ലൈറ്റ്സ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇവിടെ. വൺ ഓഫ് ദി ഫേമസ് അട്രാക്ഷനാണിത്. ഈ പാത്വേ നേരെ ചെന്ന് നിൽക്കുന്നത് സീ ക്യാൻറ്റലിന് മുന്നിലാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ബ്രില്യൻ വ്യൂ. അതിൻ്റെ അടുത്തായി തന്നെ കിഡ്സിനൊരു പ്ലേ ഏരിയ ഉണ്ട്. എന്തോ ഒരു ട്രംബലിൻ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമൊക്കെ മോക്ക് പേടിയായെങ്കിലും പിന്നീട് ഓക്കെ ആയി. പിന്നെയും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് മോള് വഴക്കായപ്പോൾ അവൾക്കൊരു ലോലിപോപ്പും ഞങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റും ചൂരിയോസും വാങ്ങി. ലോലിപോപ്പിലും ലൈറ്റ് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് എസ്കാ യൂസ് ചെയ്യാൻ പറ്റില്ല, വോക്ക് ചെയ്യണമായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഈ വ്ലോഗ് കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. If you like my video, please do like and subscribe. Until next time, sayonara.